24 ബ്രേക്കിംഗ്. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. ലൈംഗികാതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ല എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പെൺകുട്ടി മൊഴി മാറ്റിയിട്ടുണ്ട്. മൊഴികളിലെ വൈരുദ്ധ്യങ്ങളെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്തവരെ അടക്കം നേരത്തെ പോലീസ് വിട്ടയച്ചിരുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഇന്നലെ ഏറെ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇതിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ 24 ബ്രേക്ക് ചെയ്യുകയാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇങ്ങനെ മൊഴി മാറ്റി പറയുന്നു ആ പെൺകുട്ടി, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും പറയുന്നതിൽ പോലീസിനാകെ ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വൈദ്യപരിശോധനയിലും വ്യക്തമാവുമ്പോൾ എന്താണ് ഈ സംഭവവുമായി ആകെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, അമൃത, പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടി സഹപാഠികൾ പീഡിപ്പിച്ചു എന്നുള്ള സംഭവം പുറത്തു വന്നത് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. അതിനകത്ത് പോലീസ് കേസെടുക്കുകയും 2 FIR രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്, 2 FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതിന് പിന്നാലെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് പോലീസിന് ബോധ്യപ്പെട്ടു. ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പെൺകുട്ടി പീഡനം നടന്നിട്ടില്ല, അല്ലെങ്കിൽ സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ല, താൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വിവസ്ത്രയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിനകത്ത് പോലീസിന് ചില സംശയങ്ങൾ തോന്നി. ഉടൻ തന്നെ പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് കൂടി വിധേയമാക്കിയപ്പോഴാണ് ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ല എന്നുള്ള വിവരം പോലീസിനെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത്. പെൺകുട്ടി പറഞ്ഞിരുന്നത് തന്റെ സഹപാഠികൾ സ്കൂളിൽ വെച്ചും സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും സഹപാഠിയായിരുന്ന പെൺകുട്ടിയുടെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പെൺകുട്ടി പോലീസിനോട് ആദ്യഘട്ടത്തിൽ മൊഴിയായി നൽകിയിരുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ഡോക്ടർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പെൺകുട്ടി വീണ്ടും മൊഴി മാറ്റി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത 6 പേരെ പോലീസ് വൈകിട്ടോടുകൂടി വിട്ടയച്ചത്. മിനിഞ്ഞാന്ന് രാത്രി ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി 6 പേരെ പ്രായപൂർത്തിയാകാത്ത 4 കുട്ടികളെയും അതുപോലെ പ്രായപൂർത്തിയായ 2 പേരെയും കൂടുതൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണി വരെ ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെ പോലീസ് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരോട് വിശദമായി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെൺകുട്ടി പറഞ്ഞ കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവം നടന്നു പറയുന്ന സ്ഥലത്തിനും സാഹചര്യത്തിനും സമയത്തിനും ഒക്കെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്തവരടക്കം വൈകിട്ടോടുകൂടി വിട്ടയക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടി CWC പ്രവർത്തകരോടാണ് ആദ്യം താൻ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്, പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും CWC അധികൃതർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് ആദ്യഘട്ടത്തിൽ FIR ഇട്ട് അന്വേഷണം തുടങ്ങിയത്. പിന്നീട് പെൺകുട്ടി മൊഴി മാറ്റിയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പെൺകുട്ടി ഇങ്ങനെ പറയാനിടയെന്നുള്ള സാഹചര്യം അടക്കം പോലീസ് പരിശോധിക്കും. നേരത്തെ പെൺകുട്ടിക്ക് മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നത്. അതേസമയം മറ്റെന്തെങ്കിലും മറയ്ക്കാനുള്ള ശ്രമമാണോ ഇത്തരം സംഭവത്തിന് പിന്നിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെൺകുട്ടി പറഞ്ഞതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 2 FIR ഇട്ട സാഹചര്യത്തിൽ സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പെൺകുട്ടിയിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. പ്രജിൻ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.